ലഹരി കച്ചവടവും അനാശാസ്യവും നടത്തുന്നതായി ആരോപിച്ച് റവന്യൂ പുറമ്പോക്കിൽ അനധികൃതമായി നിർമ്മിച്ച ഷെഡ് പഞ്ചായത്ത് പൊളിച്ചു നീക്കി. ഭരണിക്കാവ് ടൗണിൽ ബസ് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്തുള്ള അനധികൃത ഷെഡാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ പൊളിച്ചു നീക്കിയത്. കച്ചവടത്തിൻ്റെ മറവിൽ ഇവിടെ മയക്കുമരുന്ന് കച്ചവടവും അനാശാസ്യ പ്രവർത്തനങ്ങളും നടക്കുന്നതായി നേരത്തെ ആരോപണമുണ്ടായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് അധികൃതർക്കും പോലീസിലും സമീപവാസികൾ പരാതിയും നൽകി. ഇതിനിടെയാണ് ഇന്നിവിടെ വീണ്ടും അനാശാസ്യം നടക്കുന്നതായി നാട്ടുകാർ പഞ്ചായത്ത് അധികൃതരുടെയും പോലീസിൻ്റെയും ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. തുടർന്ന് സ്ഥലത്തെത്തി പരിശോധിച്ച മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം ബാഹുലയൻ്റെ നേതൃത്വത്തിൽ അനാശാസ്യത്തിൽ ഏർപ്പെട്ടിരുന്ന 2 പേരെ പിടികൂടി പോലീസിന് കൈമാറി. തുടർന്ന് ശാസ്താംകോട്ട പോലീസിന് പരാതി നൽകിയ ശേഷം പഞ്ചായത്തിൻ്റെ തീരുമാനപ്രകാരം 11:30 JCB എത്തിച്ച് അനധികൃത ഷെഡ് പൊളിച്ചു നീക്കുകയായിരുന്നു. നമുക്ക് കുറച്ച് കാലം കൊണ്ട് ഇവിടെ ഒരു ചെറിയ കച്ചവട സ്ഥാപനമായിരുന്നു. ആ കച്ചവട സ്ഥാപനത്തിൻ്റെ മറവിൽ മയക്കുമരുന്നും കഞ്ചാവും വ്യഭിചാരവും നടന്നുകൊണ്ടിരുന്നൊരു സ്ഥാപനമാണ്. കുറച്ച് നാൾ കൊണ്ട് ഈ നാട്ടുകാരുടെ പരാതിയനുസരിച്ച് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇന്നെന്തായാലും കൈയോടെ ഞാൻ പോലീസിനെ വിളിപ്പിച്ച് 2 ആണിനെയും പെണ്ണിനെയും അതിനകത്ത് പിടിവിട്ടിട്ടുണ്ട്. അപ്പോൾ പോലീസ് തന്നെ പഞ്ചായത്തിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം പൊളിച്ച് കളയാൻ പറഞ്ഞിട്ട് അതിനനുസരിച്ച് നമ്മൾ JCB വിളിച്ച് പൊളിക്കാൻ